ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നത് ഇന്ന് വലിയ വാർത്തയൊന്നുമല്ല, വളരെ സാധാരണമായ വാർത്തകളാണ്. ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിയതിന് ശേഷം 1000 വാർത്തകൾ നമ്മൾ അത്തരത്തിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തലസ്ഥാന നഗരത്തിൽ വേറിട്ട ഒരു പാർട്ടി മാറ്റമാണ് നടന്നത്. അതായത് വനിതാ നേതാവ് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയാണ്. അതായത് BJPയുടെ പൂജപ്പുര വാർഡിലെ മുൻ കൗൺസിലറും BJP ജില്ലാ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ബി വിജയലക്ഷ്മിയാണ് ഇതിലെ താരമായി വരുന്നത്. ഇന്നലെ രാവിലെ വിജയലക്ഷ്മി കോൺഗ്രസിൽ ചേർന്നു. വിജയലക്ഷ്മിയെ സ്വീകരിക്കാൻ കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം വരിയായി തന്നെ എത്തി. എൻ ശക്തൻ ഷാളൊക്കെ ഇട്ട് വിജയലക്ഷ്മിയെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് BJPയുടെ ഒരു യോഗം തിരുവനന്തപുരത്ത് നടന്നു. അതിൽ പങ്കെടുത്തത് കെ സുരേന്ദ്രനായിരുന്നു. ആ പരിപാടിയുടെ വേദിയിലും ഈ വിജയലക്ഷ്മി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും രണ്ട് പാർട്ടിയിലും പെട്ടവർ അന്തം വിട്ടിരിക്കുകയാണ് ഈ വിജയലക്ഷ്മിയുടെ ഈ ഒരു പാർട്ടി മാറ്റ നടപടികളെ കുറിച്ച്. എന്തായാലും നൃപൻ ചേരുകയാണ്. നൃപൻ, ഇതുപോലൊരു കൂടുമാറ്റം ഈ അടുത്ത സമയത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ല. വിജയലക്ഷ്മിക്ക് എന്താണ് സംഭവിച്ചത്? തീർച്ചയായും ഷമ്മി തന്നെ മുഖവരയായി കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ ബി വിജയലക്ഷ്മി എന്ന് പറയുന്നത് പൂജപ്പുര 2015 വരെ 2015-20 കാലഘട്ടത്തിലെ പൂജപ്പുര കൗൺസിലറായിരുന്നു. ഡോക്ടർ ബി വിജയലക്ഷ്മി അധ്യാപികയൊക്കെ ആയിരുന്നു. ആ തരത്തിൽ ആ പ്രദേശത്തൊക്കെ സ്വീകാര്യയായിട്ടുള്ള ഒരു BJP നേതാവായിരുന്നു. അവർ BJPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായി നിലവിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവരെയാണ് തിരുവനന്തപുരത്ത് എൻ ശക്തൻ്റെ നേതൃത്വത്തിൽ കെ മുരളീധരൻ തന്നെ ഷാൾ അണിയിപ്പിച്ച് തിരുവനന്തപുരത്ത് DCC ഓഫീസിൽ വെച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത്. അവിടെ വെച്ച് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മണക്കാട് സുരേഷ് ഉണ്ട്, ഒപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊഞ്ചിറവിള വിനോദ്, ഒപ്പം തന്നെ കമ്പറ നാരായണൻ കുട്ടി അടക്കമുള്ള നേതാക്കൾ, KP അജിത് ലാൽ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ സ്വീകരിച്ച് ആനയിക്കുന്നു. ഈ മണക്കാട് സുരേഷ് അടക്കമുള്ള നേതാക്കൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവരുടെ ഡീറ്റെയിൽ എല്ലാം ഇടുന്നുണ്ട്. അതായത് ഈ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള നേതാവ് മുൻ കൗൺസിലർ കോൺഗ്രസിൻ്റെ അംഗത്വം സ്വീകരിച്ച് കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന വിവരമടക്കം അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോയിലും പ്രചരിപ്പിക്കുന്നു. പക്ഷേ കൃത്യം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് BJPയുടെ യോഗത്തിലേക്ക് വീണ്ടും ഈ വിജയലക്ഷ്മി എത്തുന്നത്. അവിടെ വച്ച് കരമന ജയൻ എന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്, അവിടെ കോൺഗ്രസ് ഒരു ആദരം നൽകുന്നു. അവർ പിന്നെ അധ്യാപികയാണ്, ഒപ്പം തന്നെ ശാസ്ത്രജ്ഞ കൂടിയാണ്, ഡോക്ടറേറ്റൊക്കെ ലഭിച്ച ഒരു സ്ത്രീയാണ്. അവരെ ആദരിക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവിടെ വച്ച് കബളിപ്പിച്ച് ഷാളിട്ട് കോൺഗ്രസ് ആക്കി മാറ്റി ഫേസ്ബുക്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്തു. പക്ഷേ തിരിച്ച് BJPക്കാരി തന്നെയാണ് വിജയലക്ഷ്മി BJP വേദിയിലേക്ക് തിരിച്ചെത്തുന്നുവെന്ന് പറയുന്നു. അവിടെ വച്ചിട്ട് കെ സുരേന്ദ്രൻ അവർക്ക് കാവി ഷാൾ അണിഞ്ഞ് വീണ്ടും BJPയിലേക്ക് ക്ഷണിക്കുന്നു. അതായത് കൃത്യം 24 മണിക്കൂറിനിടയിൽ നിറം മാറുന്ന, അതായത് കൂട് വിട്ട് കൂട് മാറുകയും BJP കോൺഗ്രസ് ആകുന്നു, കോൺഗ്രസ് പിന്നെ BJP ആകുന്നു. കൃത്യം 24 മണിക്കൂർ പോലും എടുക്കാതെ ഒരു പാർട്ടിയുടെ കൂടുമാറ്റമാണ്. ഒപ്പം തന്നെ നമ്മൾ പറയേണ്ടത്, കൂട്ടിച്ചേർക്കേണ്ടത്, നമ്മൾ തന്നെ വിജയലക്ഷ്മിയെ ഇപ്പോൾ നമ്മൾ വിളിച്ച് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ആരാഞ്ഞപ്പോൾ അവർ പറയുന്നത് തന്നെ ഇങ്ങനെ ആദരിക്കണമെന്ന് വിളിച്ചു വരുത്തി കബളിപ്പിച്ചതാണ്. താൻ എന്നും BJPക്കാരിയാണ്, BJP ആയി തുടരും. എന്നാൽ ഒപ്പം തന്നെ അവരോട് ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണമെന്ന് പറഞ്ഞാൽ അവർ ഇതിന് ശേഷം പൂജപ്പുരയിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ വേദിയിലേക്ക് പോവുകയും അവിടെ ഒപ്പം തന്നെ നിന്ന് ഷാൾ സ്വീകരിച്ച് അവരുടെ പ്രചരണ പ്രവർത്തനത്തിൽ ഇറങ്ങുമെന്ന് അവിടെ ഉറപ്പ് നൽകുന്നതും, ഒപ്പം തന്നെ കെ മുരളീധരൻ സ്വീകരിച്ച ശേഷം അവിടെ വെച്ച് ഞാൻ ഇനി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകയായി ഇനി പ്രവർത്തിച്ചു കൊള്ളും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? BJPയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനും ഒപ്പം തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്. മറിച്ച് നേരത്തെ തന്നെ വിജയലക്ഷ്മി ഈ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നു എന്ന് ഷാളിട്ട് സ്വീകരിച്ച ശേഷം അവിടെ കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് കെ മുരളീധരനെ പോലെയുള്ള മുൻ KPCC അധ്യക്ഷൻ, തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോർ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള കെ മുരളീധരൻ്റെ മുന്നിൽ വെച്ച് ഇനി മുതൽ ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന വിജയലക്ഷ്മിയുടെ ഭാഗമാണ്. പക്ഷേ വലിയ തരത്തിലുള്ള കൗതുകമാണ് ഈ വാർത്ത. നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ ഓരോ പാർട്ടിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മാറുന്നതൊക്കെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ രാവിലെ മാറുന്നു, വൈകിട്ട് പൊതുയോഗത്തിൽ വീണ്ടും അതേ പാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറുന്ന, കൂടുവിട്ട് കൂടുമാറുന്ന വളരെ വിചിത്രമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടത്. ഷമ്മി, ഈ കൂടുമാറുന്നവർക്ക് മാതൃകയായി മാറുകയാണ് ഈ വിജയലക്ഷ്മിയുടെ കൂടുമാറ്റം. എന്തായാലും ഇവിടുത്തെ BJPക്കാരും അതുപോലെ കോൺഗ്രസ്സുകാരും ഒരുപോലെ
സ്വീകരിച്ചു. രണ്ടുപേരോടും നന്ദിയുണ്ട് എന്നുള്ളതാണ് വിജയലക്ഷ്മി പറയുന്നത്. ഡോക്ടർ വിജയലക്ഷ്മി അധ്യാപികയാണ്, BJPയുടെ നേതാവായിരുന്നു, ഇപ്പോൾ വീണ്ടും തിരിച്ച് BJPയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിർഭനാണ് വിശദാംശങ്ങൾ നൽകിയത്.